കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന ചലഞ്ചസ് എന്തൊക്കെ ആയിരിക്കും? ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു സ്റ്റുഡൻ്റ് ഒരു പുതിയൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഒരു ജൂനിയർ എഞ്ചിനീയർ ആയിരിക്കും കറക്റ്റായിട്ട് അല്ലേ? ഒരു ജൂനിയർ എഞ്ചിനീയർ എന്തൊക്കെ ചലഞ്ചസ് ആണ് ഫേസ് ചെയ്യുന്നത്? ഏറ്റവും പ്രധാനമായി ഒരു പുതിയൊരു പ്രോജക്റ്റ് ആണെങ്കിൽ അതിൻ്റെ എൻഡ് ടു എൻഡ് കോംപ്ലക്സിറ്റി ഉണ്ട് അതിൽ. കാരണം ഒരു കോൺസെപ്റ്റാണ് ആദ്യം ഉണ്ടാവുക, ഒരു ബിസിനസ് കോൺസെപ്റ്റാണ്. ഈ ബിസിനസ് കോൺസെപ്റ്റിനെ മാർക്കറ്റ് ഇൻഡസ്ട്രി നീഡിനനുസരിച്ച് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു പ്രോബ്ലം ആയിരിക്കും കോൺസെപ്റ്റ് ആകുന്നുണ്ടാവും. അത് ഒരു യൂസബിൾ സൊല്യൂഷനായിട്ട് ഡെലിവർ ചെയ്യുന്നതിന് വേണ്ട ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. ഈ ഓരോ സ്റ്റെപ്സും വളരെ പ്രൊഫഷണലായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് അടുത്ത സ്റ്റെപ്പുകളിലേക്ക് പോവുകയോ മാർക്കറ്റിലെത്തുമ്പോൾ അത് ഫെയിലിയർ ആവുകയോ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഓരോ സ്റ്റേജിനെ കുറിച്ചും വളരെ കൃത്യമായിട്ടുള്ള ധാരണ ഈ ബിഗിനേഴ്സിന് ഉണ്ടാവണമെന്നില്ല. പലപ്പോഴും ഏതെങ്കിലും ഒരു കോഡിങ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ ഓരോ ടീമിലെ മറ്റുള്ള പല എൻജിനീയേഴ്സിൻ്റെയും പല റോളുകൾ വഹിക്കുന്നു. പ്രോജക്റ്റ് മാനേജർ, ടെസ്റ്റർ, ഇപ്പോൾ ആർക്കിടെക്റ്റ് ഉണ്ടായിരിക്കും, ബിസിനസ് അനലിസ്റ്റ്, ഇതുപോലുള്ള ആൾക്കാരെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഒരു ജൂനിയറെ സംബന്ധിച്ച് ഈ ഡിഫറെൻറ്റ് റോളുകളെ കുറിച്ച് വലിയ ധാരണ ഉണ്ടാവില്ല. അപ്പോൾ ഓരോരുത്തരുടെ എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് അവർക്കറിയില്ല, അവരുടെ നിന്ന് ഇങ്ങോട്ട് എന്താ കിട്ടുകയെന്ന് അറിയില്ല. അപ്പോൾ ഒരു ടീം സ്കിൽ ഇല്ലാത്തത് വലിയൊരു ചലഞ്ചായിരിക്കും. കാരണം ഒരു കോംപ്ലക്സ് പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ കുറേ അധികം ടീം മെമ്പേഴ്സ് ഉണ്ടായിരിക്കും, ഒറ്റയ്ക്കല്ലല്ലോ വർക്ക് ചെയ്യാം, ഡിഫറെൻറ്റ് റോളുകളുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഒരു ബിഗ്ഗർ ചലഞ്ച്. അപ്പോൾ ആ കോംപ്ലക്സിറ്റി സോൾവ് ചെയ്യാവുന്നതിന് വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അത് കുറേ വർഷങ്ങൾ കൊണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഹി വിൽ ബി ബെറ്റർ. അതാണ് ഒരു കാര്യം. പിന്നെ രണ്ടാമത്, ഇപ്പോൾ ഈ നമ്മൾ റിയൽ ലൈഫ് പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ്, ബഗ്ഗുകൾ ഉണ്ടായിരിക്കും. ഈ ബഗ്ഗുകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം വേസ്റ്റേജ് ഉണ്ടായിരിക്കും. ഇത് മൊത്തം ടീമിൻ്റെ പ്രൊഡക്ടിവിറ്റിയെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഒരു സിംഗിൾ പേഴ്സൺ മതിയാവും ചിലപ്പോൾ മൊത്തം ടീമിനെ എഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവന് ഡെഫിനറ്റ്ലി ഒരുപാട് അതിനെക്കുറിച്ചുള്ള എക്സ്പീരിയൻസ് വേണം, നോളജ് വേണം, ഫ്രെയിം വർക്കുകളെ കുറിച്ച് അറിയണം, ഒരുപാട് ഡീബഗ്ഗിങ്, പ്രോബ്ലം സോൾവിങ് അല്ലെങ്കിൽ ട്രബിൾ ഷൂട്ടിംഗ് കേപ്പബിലിറ്റീസ് വേണം. ഇവ കാര്യങ്ങളെല്ലാം വേണം. അതൊക്കെയാണ് പ്രധാനമായിട്ടും അവർ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച്.